ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പേരെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയായിരിക്കും ചോദ്യം പേപ്പർ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാവുമോ വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഇത് 2020 നടന്ന SPC സെലക്ഷൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെയാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലാവും തുടങ്ങുന്നത്. പാർട്ട് 1ലായിട്ട് 30 ചോദ്യങ്ങളും അതിൽ ഓരോ ചോദ്യത്തിന് 2 മാർക്കും ആകും. അങ്ങനെ 60 മാർക്കിനുള്ള ചോദ്യങ്ങളാവും പാർട്ട് 1 ഇനി ഉത്തരങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ചോദ്യത്തിൻ്റെ വലതുവശത്തായി ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. ആ ബോക്സിൽ നിങ്ങൾക്ക് ഏതാണോ ശരിയായ ഉത്തരം എന്ന് തോന്നുന്നത്, A ആണെങ്കിൽ A എന്ന് എഴുതുക, B ആണെങ്കിൽ B എന്ന് എഴുതുക. അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും രേഖപ്പെടുത്തേണ്ടത്. അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കോട്ട്മ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ട്മ നിയമം പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ അത് ആൻസറിന് നേരെ സി എന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, സൂക്ഷ്മം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ഉത്തരം സതൂലം. ഓപ്ഷൻ ബി ആണ്. ചോദ്യം 3, SPC പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം വി ലേൺ ടു സെർവ്. ഓപ്ഷൻ സി വി ലേൺ ടു സെർവ് ആണ് ഉത്തരം. ചോദ്യം 4, ഔദ്യോഗിക വാഹനങ്ങൾ 2 നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്? ഉത്തരം IGP. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 5, കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. ഓപ്ഷൻ ഡി എറണാകുളമാണ് ശരിയായ ഉത്തരം. ചോദ്യം 6, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 1098. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ചോദ്യം 7, പുതിയ കൊറോണ വൈറസ് പരത്തുന്ന രോഗത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം COVID-19. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് പുതിയ കൊറോണ വൈറസ് പരത്തുന്ന രോഗത്തിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം COVID-19. ഓപ്ഷൻ സി ആണ്. ചോദ്യം 8, ചോദ്യം 8ഉം കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. കോവിഡിൻ്റെ ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. COVID-19 പ്രതികരിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സമയം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം 30 സെക്കൻഡ്. ഓപ്ഷൻ എ. ചോദ്യം 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെമി കോളൻ? അപ്പോൾ അതിൻ്റെ സിമ്പിളാണ്. 4 സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 10, ലോഗോ തിരിച്ചറിയുക. അത് അവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോഗോയാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 11, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 12, കേരള പോലീസും SPCയും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് ലോക്ക്ഡൗൺ കാലയളവിൽ നടത്തിയ ഭക്ഷണ വിതരണ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഒരു വയറൂട്ടാം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 13, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. ചോദ്യം 14, COVID-19 പ്രതിരോധിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ സാമൂഹിക അകലം. ഓപ്ഷൻ ബി ഹാൻഡ് സാനിറ്റൈസർ. ഓപ്ഷൻ സി മാസ്ക് ധരിക്കൽ. അപ്പോൾ ഇവയെല്ലാം കോവിഡിനെ പ്രതിരോധിക്കാൻ ഉള്ളതായതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം അതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇത് കോവിഡിൻ്റെ സീസണിലുള്ള എക്സാം ആയതുകൊണ്ടാണ് കോവിഡുമായി റിലേറ്റ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ചോദ്യം 15, SPC പദ്ധതിയിൽ കേഡറ്റുകൾ ധരിക്കുന്ന തൊപ്പിയുടെ പേര് എന്താണ്? ഉത്തരം ബാരറ്റ് ക്യാപ്പ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 16, മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി പ്രൊജക്റ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ശുഭയാത്ര. ചോദ്യം 17, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ഏത് ഇലയുടെ ആകൃതിയിലാണ്? ഉത്തരം ആലില. ഓപ്ഷൻ ബി. ചോദ്യം 18, SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2010.
ചോദ്യം 19. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 6 ലഭിക്കും. ആ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ലഭിക്കും? നമ്മൾ 33 എന്ന നമ്പറിനെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 6 ലഭിക്കും. അതേ സംഖ്യ, അതായത് 33നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ സംഖ്യ, അതായത് ഉത്തരം 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 0 ആണ്. ചോദ്യം 20. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് എന്താണ്? അപ്പം ഇത് 2020 ആയതുകൊണ്ട് അന്ന് ശ്രീമതി കെ ശൈലജയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ഏതാണെന്ന് ചോദ്യ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഉത്തരം ശ്രീമതി വീണ ജോർജ് ആണ്. ചോദ്യം 21. 0.428 × 68.2 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 29.1896 എന്നതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. ചോദ്യം 23. രോഗബാധിതരായ ആളുകളെ കണ്ടെത്തുന്നതിനും രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തുന്നവരെ കണ്ടെത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആരോഗ്യ സേതു. ചോദ്യം 24. ഏത് സംസ്ഥാന സർക്കാരാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ഗ്രാം സ്വർണം സമ്മാനമായി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ആസാം. ചോദ്യം 25. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ഓപ്ഷൻ ഡി, ആമുഖം. ചോദ്യം 26. ഒറ്റയാൻ ആര്? ഓപ്ഷൻ ബി, ഓലക്സ്. ചോദ്യം 27. കേരള പോലീസിന്റെ ആപ്തവാക്യം? ഉത്തരം ഓപ്ഷൻ എ, മൃദു ഭാവേ ദൃഢകൃത്യേ. ചോദ്യം 28. ഹൗ മെനി ലെഗ്സ് ഡസ് എ മോസ്കിറ്റോ ഹാവ്? 3 പെയർ ലെഗ്സ് ആണ് ഒരു മോസ്കിറ്റോയ്ക്കുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി, 6 ലെഗ്സ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 29. മുൻപിൽ പോകുന്ന വാഹനം ഓവർടേക്ക് ചെയ്യാൻ സിഗ്നൽ തരാത്ത പക്ഷം? ഉത്തരം ഓപ്ഷൻ ബി, വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ചോദ്യം 30. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 46, 46 എണ്ണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇനി സെക്കൻഡ് പാർട്ടിൽ കുറച്ച് 10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഓരോന്നിൻ്റെയും ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്, പൂർണ്ണ രൂപം എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം, 10 ചോദ്യത്തിനും കൂടി 20 മാർക്ക്. പിന്നെ പാർട്ട് 3 താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഇതാണ് എസ് എ ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യത്തിന് 10 മാർക്കാണ്. ഒരു എസ് എ മലയാളത്തിലും ഒരു എസ് എ ഇംഗ്ലീഷിലുമായിരിക്കും. ഇവിടുത്തെ മലയാളം എസ് എയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ലിവ് വിത്ത് കൊറോണ വൈറസിനെ ഫലപ്രദമായി നേരിടാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എസ് എയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ യുവർ സജഷൻ ഫോർ മേക്കിംഗ് കേരള എ സെൽഫ് സഫിഷ്യൻറ്റ് സ്റ്റേറ്റ് എന്നതാണ്. അപ്പോൾ ഇതുപോലെയാകും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു മലയാളം എസ് എ, ഒരു ഇംഗ്ലീഷ് എസ് എ 10 മാർക്ക് വീതം. അതിനു മുമ്പുള്ള 40 ചോദ്യങ്ങൾക്കും 2 മാർക്കായിരുന്നു. അങ്ങനെ 80 മാർക്കും ഈ 2 ചോദ്യത്തിൻ്റെ 20 മാർക്കും 100 മാർക്കിലാവും ക്വസ്റ്റ്യൻ പേപ്പർ.